ഇത് നടപ്പാക്കാൻ പോകുന്ന ബജറ്റല്ല. സ്ത്രീകളുടെയും കുട്ടികളുടെയും വികസനപരവും പോഷകാഹാരപരവുമായ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി അവരുടെ വികസനത്തിനും ക്ഷേമത്തിനുമായി വിഹിതം വർദ്ധിപ്പിച്ച് 484.81 കോടി രൂപ ഉയർത്തുന്നു. ഇത് നടപ്പാക്കാൻ പോകുന്ന ബജറ്റല്ല. സർ, സംസ്ഥാനത്തെ എല്ലാ അംഗനവാടികളിലും എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും മുട്ടയോ പാലോ നൽകുന്ന പദ്ധതി തുടരുന്നതിനായി 80.90 കോടി രൂപ വകയിരുത്തുന്നു. ഇത് നടപ്പാക്കാൻ പോകുന്ന ബജറ്റല്ല. പ്രസവാനുകൂലി നിയമം വെറ്റർണിറ്റി ബെനിഫിറ്റ് ആക്ട് അനുസരിച്ചുള്ള കൃഷികൾ സ്ഥാപിക്കുന്നതിനായി 8 കോടി രൂപ വകയിരുത്തുന്നു. ഇത് നടപ്പാക്കാൻ പോകുന്ന ബജറ്റല്ല. മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണ യൂണിറ്റുകൾ സംസ്ഥാനത്താകെ വ്യാപിപ്പിക്കാൻ സർക്കാർ പിന്തുണ നൽകുന്നു. ഇത് നടപ്പാക്കാൻ പോകുന്ന ബജറ്റല്ല. സൗജന്യ വിദ്യാഭ്യാസം ബിരുദതലം വരെ നൽകുന്ന ഒരു പദ്ധതി. സർ, കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഒരു പുതിയ പദ്ധതി പ്രഖ്യാപിക്കുകയാണ്. ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഡിഗ്രി വിദ്യാഭ്യാസം സൗജന്യമാക്കുകയാണ്. ഇത് നടപ്പാക്കാൻ പോകുന്ന ബജറ്റല്ല. സർ, വൈദ്യശുശ്രൂഷയും പൊതുജനാരോഗ്യ മേഖലയ്ക്കുള്ള പദ്ധതി വിഹിതം വർദ്ധിപ്പിച്ച് 2500.31 കോടി രൂപയായിട്ട് വകയിരുത്തുന്നു. ഇത് കഴിഞ്ഞ വർഷത്തെ വിഹിതത്തേക്കാൾ 350 കോടി രൂപ 350.12 കോടി രൂപ 16.28% കൂടുതലാണ്. ഇത് നടപ്പാക്കാൻ പോകുന്ന ബജറ്റല്ല. സംരക്ഷണ പ്രവർത്തനങ്ങൾ, ട്രാഫിക് സേഫ്റ്റി ബോർഡുകൾ സ്ഥാപിക്കുന്ന പ്രവർത്തനങ്ങൾ മുതലായി 41 കോടി രൂപ വകയിരുത്തുന്നു. ഇത് നടപ്പാക്കാൻ പോകുന്ന ബജറ്റല്ല.